കൂടാതെ 2023 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ PSCയുടെ പരീക്ഷാക്കാലമാണ്. നമ്മൾ കാത്തിരുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളൊക്കെ തന്നെ ഈ ഏപ്രിൽ ഒക്ടോബറിനകത്ത് കഴിഞ്ഞു പോകുന്നതാണ് എന്ന് PSCയുടെ പുതിയ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ, വനിതാ പോലീസ് ആയിക്കോട്ടെ CPO ആയിക്കോട്ടെ, അതിനകത്ത് പ്രിലിംസ് ഇത്തവണ ഒഴിവാക്കി എന്നുള്ളൊരു വാർത്തയാണ്, ഒരു അപ്ഡേറ്റാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും പരീക്ഷാ തീയതികളും അതുപോലെ സിലബസുകളും ഒക്കെ വരും ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കിക്കളയാം. ആദ്യം തന്നെ നമ്മുടെ ഓൾറെഡി പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന 10th +2 ഡിഗ്രി എന്നിവയുടെ മെയിൻസ് പരീക്ഷ ഏപ്രിൽ ജൂലൈ മാസത്തിൽ നടത്തും എന്നാണ് PSCയുടെ ഒരു വിശദീകരണം, അല്ലെങ്കിൽ PSCയുടെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, നിലവിൽ കഴിഞ്ഞ പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞു പോയ പരീക്ഷകളുടെ 10th +2 ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ ഏപ്രിൽ ജൂലൈ മാസത്തിലായിട്ട് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ബിവറേജ് കോർപ്പറേഷൻ, ബിവറേജ് LD, അതുപോലെ തന്നെ VFA തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ പ്രിലിംസ് 10th കഴിഞ്ഞ കുറേ പരീക്ഷകളുണ്ടല്ലോ, അതിൻ്റെതും അതുപോലെ തന്നെ +2 നിലവാരത്തിലുള്ള കുറച്ച് +2 പ്രിലിംസ് കഴിഞ്ഞിരുന്നു, അതിൻ്റെ മെയിൻസ്, ഡിഗ്രിയുടെ പ്രിലിംസ് ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് പരീക്ഷ കഴിഞ്ഞു, അതിൻ്റെയും മെയിൻസ് പരീക്ഷകൾ ഏപ്രിൽ ജൂലൈ മാസത്തിൽ കാണുന്നതാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത്, എല്ലാ വിദ്യാർത്ഥികളും ഡിഗ്രി വിദ്യാർത്ഥികളും കാത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയാണ്. സോ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയുടെ പ്രിലിംസ് പരീക്ഷ ഏപ്രിൽ മെയ് മാസത്തിൽ നടത്തപ്പെടും എന്നാണ് PSC അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷ ജൂലൈ ഓഗസ്റ്റിൽ ഉണ്ടാകും എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ പ്രിലിംസ് പരീക്ഷ ഏപ്രിൽ മെയ്, മെയിൻസ് ജൂലൈ ഓഗസ്റ്റ് എന്നാണ് PSCയുടെ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു ടൈം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു എന്നാണ് പരീക്ഷ എന്നുള്ളൊരു അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ഡേയിലും നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് CPO പരീക്ഷയാണ്. അപ്പോൾ CPO അതുപോലെ തന്നെ വുമൺ CPO പരീക്ഷകൾക്ക് പ്രാഥമിക പരീക്ഷകൾ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള ഒരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നത്. പകരം ഒരു മെയിൻസ് പരീക്ഷ ഒറ്റ പരീക്ഷയായിട്ട് നടത്താനാണ് PSCയുടെ തീരുമാനം. അങ്ങനെ ആകുമ്പോൾ മെയിൻസ് പരീക്ഷ ജൂൺ ജൂലൈ മാസത്തിൽ നടത്തപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ജനുവരി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ജൂൺ ജൂലൈയിലാണ് പരീക്ഷ വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ മെയിൻസ് സിലബസ് വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ CPOയുടെ കഴിഞ്ഞ മെയിൻസിൻ്റെ സിലബസ് വെച്ചിട്ട് വിദ്യാർത്ഥികൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, നന്നായിട്ട് പഠിക്കുക. ഇത്രയും സമയമുണ്ട്, അപ്പോൾ ആ ഒരു സമയം കണക്കാക്കി വേണം വിദ്യാർത്ഥികൾ പഠിക്കാനായിട്ട്. സോ ജൂൺ ജൂലൈ മാസത്തിൽ പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയാണ്. സോ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയും പെട്ടെന്ന് തന്നെ റാങ്ക് ഫെയിൽ വരേണ്ട ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെയും പ്രാഥമിക പരീക്ഷയുടെ, പ്രിലിംസ് പരീക്ഷയുടെയും മുഖ്യ പരീക്ഷയുടെയും ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രാഥമിക പരീക്ഷ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലായിട്ടും മുഖ്യ പരീക്ഷ ഒക്ടോബറിലായിട്ടും നടത്താനാണ് PSCയുടെ തീരുമാനം. അപ്പോൾ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനമാണ്. PSC വിദ്യാർത്ഥികൾ ഏറ്റവും പ്രധാനമായിട്ടും ഉന്നം വെക്കുന്ന പ്രധാനപ്പെട്ട തസ്തികകളുടെ പരീക്ഷാ തീയതികളും എല്ലാം കാര്യങ്ങളും ഇതാണ്. ഓക്കെ, അപ്പോൾ പരീക്ഷാ തീയതികൾ നമ്മുടെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ തീരുമാനമെടുക്കുക. എന്താ തീരുമാനമെടുക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലകൾ വീണ്ടെടുക്കാൻ ആവില്ല, അല്ലേ? നമ്മൾ കഴിഞ്ഞു പോയ പരീക്ഷകൾ, ധാരാളം പരീക്ഷ നമുക്ക് പ്രതീക്ഷകളുണ്ടായിരുന്നു, സ്വപ്നങ്ങളുണ്ടായിരുന്നു. ചിലത് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തു, പക്ഷേ കിട്ടിയില്ല. ചിലത് നമ്മൾ അപേക്ഷിച്ചു, ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും നമ്മൾ വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്തില്ല. അപ്പോൾ അതൊക്കെ ഓർത്തിരുന്ന് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലകൾ വീണ്ടെടുക്കാൻ നമുക്കാവില്ല. പിന്നെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? പക്ഷേ ജയിക്കണോ തോൽക്കണോ എന്ന് നമ്മൾക്ക് തീരുമാനിക്കാം. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജയിക്കണോ തോൽക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കൃത്യമായിട്ടുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ആ അപ്ഡേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? പരീക്ഷാ തീയതി നമ്മൾ കുറിച്ചിട്ടിട്ട് അത് വെച്ചിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. മാറിയ PSCയുടെ പരീക്ഷാ രീതികൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. എവിടെ നിന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ സ്കൂൾ ടെക്സ്റ്റിനെ കൃത്യമായി ആഴത്തിൽ പഠിക്കണമെന്നും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണ് ചോദ്യങ്ങൾ വരുന്നതെന്നും നമുക്ക് കൃത്യമായി അറിയാം. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠനത്തിന് വേണ്ടി ചെലവഴിക്കുക. ഒരു ദിവസം പോലും പഠനത്തിൽ നിന്നും മടി കാണിച്ച് മാറി നിൽക്കാൻ പാടില്ല. എല്ലാ ദിവസവും കൃത്യമായി തന്നെ പഠിക്കാൻ തയ്യാറെടുക്കുക. 2023 നിങ്ങളുടെ വർഷമാക്കി മാറ്റാൻ 2023 നിങ്ങൾ തന്നെ മാറാനായിട്ട് ശ്രമിക്കുക. പഴയ നമ്മളാവാൻ പാടില്ല. 2023 നമ്മൾ കൃത്യമായ ഒരു ടൈം ടേബിൾ, ഇത്ര മണിക്ക് എഴുന്നേൽക്കുക, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഞാൻ പഠിക്കും, ഓരോ വിഷയങ്ങൾ കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് നിങ്ങൾ തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കുക. പണ്ട് കാലത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ രാവിലെ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ, വൈകുന്നേരം വരെ 7 സബ്ജക്റ്റുകളുടെ ടൈം ടേബിൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിൻ്റെ ടൈം ടേബിൾ നിങ്ങൾ നിങ്ങളുടെ ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കുക. രാവിലെ മുതൽ ഇത്ര മണി വരെ ഇത്ര കാര്യം ഞാൻ പഠിക്കും, ഇത്രോട് ഇത്ര മണി ഇത്ര ഞാൻ പഠിക്കും, ഇത്ര മണി തൊട്ട് ഇത്ര വരെ ഞാൻ റെസ്റ്റ് എടുക്കും. അങ്ങനെ നിങ്ങൾ കൃത്യമായൊരു ടൈം ടേബിൾ ഓരോ ദിവസത്തിനും ചെയ്തു വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കും, നിങ്ങൾക്കെല്ലാം നേടിയെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഒരു കാര്യം ഇവിടെ പറയട്ടെ, നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് ചിന്തിച്ചാലും കഴിയില്ല എന്ന് ചിന്തിച്ചാലും രണ്ടും ശരിയാണ്.
കാരണം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളായിത്തീരുന്നത്. നിങ്ങൾക്ക് പരീക്ഷ നേടിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതായിത്തീരും. നിങ്ങൾക്ക് ആയിത്തീരാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതായിത്തീരുകയുമില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി LGS, അതുപോലെ തന്നെ ബാക്കിയുള്ള പോലീസ് കോൺസ്റ്റബിൾ, ഇതെല്ലാം വിദ്യാർത്ഥികളുടെ സ്വപ്ന ജോലികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പരിശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക. എൻട്രിയിലും ഓൾറെഡി ഇതിൻ്റെ കോച്ചിങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. നോർമൽ ബാച്ചുകളും അതുപോലെ തന്നെ ഗോൾഡ് ബാച്ചുകളും എൻട്രി ആപ്പിൽ ലഭ്യമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ താഴെ ഒരു ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക, വേറൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ലഭ്യമായിട്ട് എല്ലാ സോഴ്സുകളും പരമാവധി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജോലിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾ കടക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിക്കുക.